ഇന്ന് നമ്മൾ ഒട്ടകം പാഠം 18 ഒട്ടകമാണ് പഠിക്കുന്നത്. അപ്പോൾ ഒട്ടകം എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ചിഹ്നം ഇത് കണ്ടോ, ഊൻ്റെ ചിഹ്നമാണ് ഒട്ടകം. ഈ ചിഹ്നമാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത്. അപ്പം ഒട്ടകത്തെക്കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയിലെ വാഹനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഒട്ടകം. മരുഭൂമിയിലെ വാഹനം ഒട്ടകം. ഇനി ഒട്ടകം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഓ എഴുതണം. ഓ നമ്മൾ പഠിക്കുകയാണ് പുതിയതായിട്ട്. ഓ എങ്ങനെയാണ് എഴുതുന്നത്? ഓ എങ്ങനെയാണ് എഴുതുന്നത് ടീച്ചർ എഴുതി കാണിക്കാം. നോക്കിക്കേ, ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വട്ടം വരയ്ക്കാൻ അറിയാമോ? എന്നിട്ട് റാ പോലെ എഴുതി അറ്റത്തൊരു കുനിപ്പിട്ടാൽ എന്തായി? ഓയായി, ഒട്ടകം. ഒന്നുകൂടെ എഴുതി കാണിക്കുക. ആദ്യം ഒരു വട്ടം വരയ്ക്കുക, പിന്നെ റാ പോലെ എഴുതി ഒരു കുനിപ്പൂടിട്ടാൽ എന്തായി? ഒട്ടകം, ഓയായി. ഇനി ഒട്ടകം ഇത് ടായാണ്. ടായുടെ കൂടെ രണ്ട് ടാ എഴുതുമ്പോൾ എന്താകും? ഇട്ട, ഒട്ടകം. നോക്കിക്കേ, ടാ എഴുതി. ടാ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരം എസ് പോലെയാണ് എഴുതുന്നത്. ഒട്ട ഒരു ടായോട് എഴുതി. ഇനി കാ എഴുതാൻ എന്താ? കാ എഴുതാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു വട്ടം വരയ്ക്കുക, എന്നിട്ട് ഇതേന്ന് പുറകോട്ട് വന്ന് ഇങ്ങനെ എഴുതുക. കണ്ടോ, അമ്മിൻ്റെ ചിഹ്നം ഇടുക. ഒട്ടകം. ഒന്നുകൂടെ ടീച്ചർ എഴുതി കാണിക്കാം. ഒരു വട്ടമിട്ട് റാ എഴുതി കുനിപ്പിട്ടു, അപ്പോൾ ഓയായി. ടാ എഴുതാൻ എസ് പോലെ എഴുതി അതിൻ്റെ അടിയിലൊരു ചിഹ്നമിട്ട് കാ എഴുതുകയാണ്. കാ എഴുതുമ്പം വട്ടമിട്ട് ഇങ്ങോട്ട് വന്ന് അമ്മിടൂ. കണ്ടോ, ഒട്ടകം. ഒട്ടകം. ഓ ട കം, ഒട്ടകം. ഇനി ഇത് വായിച്ചേ. ടീച്ചർ പറഞ്ഞു കുട്ടികൾ വായിക്കുമ്പം ഇങ്ങനെ കൈ പിടിച്ച് വായിക്കണം. ഓ ദ ഡി, ഈയുടെ ചിഹ്നമാണിതല്ലേ. ഒടി വ വ്. ചന്ദ്രക്കല വരുമ്പോൾ ഒടിവ്. വ്, ഒടിവ്. ഓ ര രു മ. അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ചിഹ്നമാണ് ഊവിൻ്റെ ചിഹ്നം. ഊവിൻ്റെ ചിഹ്നം എങ്ങനെയാണ് ഇടുന്നത്? ഊവിൻ്റെ ചിഹ്നം ഇങ്ങനെ ഒരു കൊടയുടെ കമ്പി പോലെ ഇങ്ങനെ വരച്ചിട്ട് ചെരിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിലൊരു വട്ടമിടുക. ചെറിയൊരു പൊട്ട് തൊടുന്ന കണക്ക് അല്ലേ. ഇങ്ങനെ ചെരിച്ചു കൊണ്ടുവന്നിട്ട് അടിയിലൊരു വട്ടമിട്ടാൽ എന്തായി? ഊവിൻ്റെ ചിഹ്നമായി. ഓ രു മ, ഓ ര. ഇത്ര ഓ ര എന്ന് വായിക്കാം അല്ലേ. ഊവിൻ്റെ ചിഹ്നം ഇട്ടാൽ രു, ഒരു മ, ഒരു മ. ഇനി ഇതാണ് എന്താ എഴുതിയിരിക്കുന്നത്? നമ്മൾ ഈ അക്ഷരം എന്താ? ക. കണ്ടോ, നോക്കിക്കേ, കാ എഴുതി. ടീച്ചർ കാ എഴുതി. അപ്പം അതിൻ്റെ മുന്നിലും പുറകിലും പുള്ളിയും ദീർഘവും ഇട്ടാൽ ഇതെന്നാ വായിക്കും? കോ. ഇത് കായാണ്. അപ്പോൾ മുന്നിൽ പുള്ളി ഇടുക, അത് കഴിഞ്ഞിട്ട് ദീർഘവും ഇട്ടാൽ എന്തായി? കോ. ഇനി ഇത് ഏതക്ഷരമാണ്? രണ്ട് റാ കൂട്ടി എഴുതുന്നത് ത. ഇനി നമുക്ക് ഊവിൻ്റെ ചിഹ്നമില്ല. അപ്പം എന്ത് വായിക്കും? തു. കായ എഴുതുക. കായൊക്കെ എഴുതാൻ എളുപ്പമല്ലേ. ഇപ്പം കണ്ടോ, കൊതുക്. കണ്ടോ, കൊതുക്. അപ്പോൾ രോഗം പരത്തുന്ന ഒരു ജീവിയാണ് എന്ത്? കൊതുകെന്ന് പറയുന്നത്. അപ്പം ഒന്നുകൂടെ വായിക്കാം. ഒട്ടകം, ഓ ട കം, ഒടിവ്, ഒരുമ, കൊതുക്. ഇപ്പം മരുഭൂമിയിലെ വാഹനം എന്താണ്? ഒട്ടകം. അപ്പം ഇതെല്ലാവരും നന്നായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം കേട്ടോ. താങ്ക് യു.